ഹായ് നമസ്കാരം, ഷംനാഥ് തിരുമലൈ. ഞാനിന്നുള്ളത് പൂജപ്പുര ചട്ടമ്പി സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു തട്ടുകടയുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തട്ടുകടയാണ്. തട്ടുകട നടത്തുന്ന ആളുടെ പേര് ഷൈജു എന്നാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അടിപൊളി ഫുഡാണ്. എൻ്റെ ചപ്പാത്തി, കിഴങ്ങേറി, തട്ടുദോശ, ഓംലെറ്റ്, രസവട കണ്ട ഒരു രക്ഷയില്ല. അതാണ് ചട്ടം. എടാ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞാൽ ആളിയാ, ഇവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് നീ പറയൂ? ചപ്പാത്തി, വെജിറ്റബിൾ കുറുമ, വേറെ എന്തെന്ന്? ഇഡ്ഡലി, ദോശ, പ്ലെയിൻ ദോശ, നെയ്റോസ്റ്റ്, അപ്പം. ഇത് എപ്പോഴാണ് തുടങ്ങുന്നത് ഷൈജു? 6 മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്? 12 മണി വരെ ഈ സാധനം ഉണ്ടാവും. ലൈവ് സാധനം ഇല്ലേ? ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് പൂജപ്പുര നമ്മുടെ ചട്ടമ്പി സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത്, അതായത് ഓപ്പോസിറ്റാണ് അവൻ്റെ തട്ടുകട. ഒന്ന് ജസ്റ്റ് ഇതുവഴി പോകുമ്പോഴത്തേക്ക് പൂജപ്പുരയിൽ നിന്ന് തിരുമലോട്ട് പോണ വഴിക്ക്, തിരുമലയിൽ നിന്ന് പൂജപ്പുരയോട്ട് പോണ വഴിക്ക് ഇതിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ തട്ടുകട ഉള്ളത്. ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അടിപൊളി സാധനമാണ് ഫുഡ്. ഇത് അവൻ്റെ ആശാനാണ്. ആശാൻ വന്നിട്ട് ദോശയും ചപ്പാത്തിയും കിഴങ്ങറിയൊക്കെ സെറ്റ് ചെയ്യണം. ഇഡ്ഡലി ഉണ്ട്, ചമ്മന്തി, ഇത് ചമ്മന്തി, ഇത് മുളക് കറി, ഇതെന്തിനാകുമ്പോൾ സാമ്പാറല്ലേ, സാമ്പാർ, കടലക്കറി, ഇത് രസവട. നല്ല ആളുകളിലൊക്കെ സർവ് ചെയ്ത് നമ്മളെ സെഡ്. എന്താ നീ പറഞ്ഞ എന്തെന്ന്? എന്ത് പറഞ്ഞ പറടാ. വൺ സൈഡ് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്. അതിൻ്റെ ഓംലെറ്റ് ഭയങ്കര ഫേമസ് ആണ്. പൊടിയുണ്ട്, അതിലെ പൊടി തന്നെ ഒരു ടേസ്റ്റാണ്. സ്പെഷ്യൽ പൊടിയുണ്ട്, അത് തന്നെ. ഒന്ന് മതിയിടാ. ഷൈജു അളിയാ, എന്ത് ചെയ്യണം? അപ്പം ഉണ്ടാക്കണം. അപ്പം ഉണ്ട് കേട്ടോ, ലൈവ് അപ്പമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലൈവ് അപ്പം. ഷൈജുവിൻ്റെ സ്പെഷ്യലാണ് ഇതെല്ലാം. ഷൈജു കസ്റ്റമർ വരുമ്പോഴത്തേക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കും. ലൈവ് അപ്പം അതൊന്ന് തുറന്ന് കാണിച്ചാണ്. ഒഴിച്ചില്ല ഒഴികളിയാ കൂടാ. ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. നല്ല ഫുഡാണ്, എല്ലാം ലൈവിലാണ് കിട്ടുന്നത്. അതെ, എപ്പോഴും ചൂടോടെയാണ് ഫുഡ് കിട്ടുന്നത്. നമ്മളെ വീട്ടിൽ എങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നോ അതേ രീതിയിൽ, അതേ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ഫുഡ് കിട്ടും, നല്ല ഫുഡാണ്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, നല്ല രീതിക്കാണ് ഫുഡ് കിട്ടുന്നത്. സപ്ലൈർ ചെയ്യുന്നതും നല്ല വൃത്തിയിൽ, നല്ല ഇതിൽ. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആട്ടിയ മാവ്, ദോശന്റെ മാവും അപ്പത്തിന്റെ മാവും പാലൊക്കെ ഉണ്ട്. മുരളിയന്റെ പാല് ഇവിടെ ഉണ്ട്. ഷൈജു അത് തുറന്ന് കാണിക്ക്. കണ്ട ലൈവ് അപ്പമാണ്, ഒരു രക്ഷയല്ല. വീട്ടില് ഇത് പാലപ്പം, പാലപ്പം വേറെ ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ല, വെജിറ്റബിൾ മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തട്ടുകട, ദോശ, എല്ലാം ഉണ്ട്. പിന്നെ ഇടിയപ്പത്തിനും അപ്പത്തിനായിട്ട് സെപ്പറേറ്റ് വെജ് കറിയുണ്ട്. പിന്നെ തട്ടുകട ദോശയാണെന്ന് നിങ്ങൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ സാമ്പാർ, ചമ്മന്തി, ഓംലെറ്റ്, അങ്ങനെ പപ്പടം കാര്യങ്ങളെല്ലാം ഉണ്ട്. ശരി ലൈവില് സപ്ലൈ ചെയ്യും. ഓക്കെ താങ്ക്സ് ബ്രോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൈജുവിൻ്റെ തട്ടുകട. അപ്പോൾ നമ്മുടെ ഒരു ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്, ഒരു കസ്റ്റമർ ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടാ, ഇവിടെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കണോ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? പൊളിയാണ്. നല്ല ടേസ്റ്റാണ്. ദോശയൊന്നും പുളിപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല അടിപൊളി ദോശയാണ്. അവരെ വൃത്തിയും ഹൈജീനിക്കൊക്കെ എങ്ങനെയാണ്? നല്ല അടിപൊളിയാണ്. നല്ല സെറ്റ് ഫുഡാണ്. ഡെയിലി ഇവിടെ വരാറുണ്ടോ? ചേട്ടാ എവിടെ വർക്ക് ചെയ്യണം? ബിൽഡിങ്ങിൻ്റെ. ഓക്കെ. ചേട്ടൻ്റെ പേരെന്ത്? കുമാർ. എവിടെ താമസിക്കുന്നത്? തൃക്കണ്ണാവൂർ. ശരി ചേട്ടാ, അടിപൊളി, താങ്ക്സ്. അപ്പോൾ ഷൈജു ഈ തട്ടുകട തുടങ്ങിയിട്ട് എത്ര നാളായി? 5 വർഷമായി. 5 വർഷം കൊണ്ട് തട്ടുകട നടത്തുകയാണ്. ഇതേ സാധനം, ഇതേ ടേസ്റ്റ്, ഇതേ രീതി. അന്നേ ഒന്നും ഇന്നും ഷൈജു ആണ്, ഷൈജുവിൻ്റെ മേക്കിംഗ് ആണ്. അത്രേ ഉള്ളൂ. വേറെ മാറ്റമൊന്നുമില്ല. ഇനി അങ്ങനെ തന്നെ പോകും.
നമുക്ക് കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളെന്ന് ഒരു ദിവസം കഴിക്കണവർ വീണ്ടും വരും. അത്രേ ഉള്ളൂ. അതാണ് മനസ്സ്. നമ്മളെ മറ്റേ ഉസ്താദ് ഹോട്ടലിൽ പറയണത് എന്ത്, കഴിക്കണതിൻ്റെ വയറ് നിറയ്ക്കാൻ പറ്റും, പക്ഷെ മനസ്സ് നിറയ്ക്കണതല്ലാണ് കഴിവ്, അല്ലേ? അപ്പോൾ അത് ഷൈജു ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഷൈജു ശരി, ഓക്കെ.